എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഇന്നത്തെ സത്സംഗം തുടങ്ങുന്നതിന് മുമ്പേ നമസ്കാരം എന്നുള്ള ഒരു കാര്യത്തിനെ വിവരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ സത്സംഗം തുടങ്ങുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, നമസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം നഹി മമ അഹങ്കാർ, എനിക്ക് അഹങ്കാരമില്ലാത്ത ഒരവസ്ഥയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം. നമസ്തേ, ഈശ്വര, ഈ കാണുന്നതൊന്നും എൻ്റേതല്ല, തേ, എല്ലാം അങ്ങയുടേതാണ്. ഈ പ്രാർത്ഥനയാണ്. നമ്മൾ ആരെങ്കിലും ജനിക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്നോ? ഇല്ല. ഒരു മഹാചക്രവർത്തി അദ്ദേഹം ബില്ല് എഴുതി വെച്ചു. ഈ ബില്ലിന് എന്താ പറയുക മലയാളത്തിൽ? ഈ മരിക്കാൻ പോകുമ്പോൾ ആൾക്കാർ എഴുതി വെക്കൂല്ലേ? ബില്ല് എഴുതി വെക്കൂല്ലേ? ബിൽപത്രം മലയാളത്തിൽ. ശരി. അപ്പോൾ ആ രാജാവ് എഴുതി വെച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യം. എന്നെ സ്വർണ്ണ പെട്ടിയിൽ അടയ്ക്കണം, 4 വൈദ്യന്മാർ എന്നെ ചുമന്നുകൊണ്ട് പോകണം, എൻ്റെ 2 കൈകളും പെട്ടിയുടെ പുറത്ത് വെച്ച് അടയ്ക്കണം. ഇങ്ങനെ 3 കാര്യം രാജാവ് എഴുതി വെച്ചു. മന്ത്രിമാർ ആശ്ചര്യത്തോട് ചോദിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയത്? അപ്പം രാജാവ് പറഞ്ഞു, എത്ര പണവും സമ്പത്തുണ്ടാക്കിയാലും എന്തെങ്കിലും കൊണ്ടുപോകൂ? ഒന്നും, വെറും കാലി കയ്യോടെ പോകണം അല്ലേ? പോകുന്ന വഴിക്ക് വിശന്നാലിരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 ഉണ്ണിയപ്പം പൊതിഞ്ഞെടുത്തിട്ട് പോകാൻ പറ്റുമോ? ഒന്നും നടക്കില്ല. 4 വൈദ്യന്മാരെന്നെ ചുമക്കണം എന്ന് വെച്ചാൽ എത്ര ചികിത്സിച്ചാലും മരണത്തിനെ ജയിക്കുന്ന മരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കാണുന്ന ഒന്നും നമ്മുടേതല്ല, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഈ നാടകം, യാത്രയുടെ മധ്യേ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും. ഈ പരിചയപ്പെട്ടവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ട് പോവുകയും ചെയ്യും. ആരും സ്ഥിരമല്ല. ഇതൊരു യാത്രയാണ്. യാത്രയുടെ നടുക്ക് ഒരുപാട് പേരെ കാണും, ചിരിക്കും, സംസാരിക്കും, കൂടെ കുറച്ച് ദിവസം താമസിക്കും. എന്നാലും അവസാനം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ ഇതൊന്നും എൻ്റേതല്ല ഭഗവാനെ, എല്ലാം അങ്ങയുടേതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് നമഃ. ഈ കാണുന്നതൊന്നും ന മമ, എൻ്റെതല്ല. നമസ്കാരം, നഹി മമ അഹങ്കാരം, ഇതൊന്നും ഇല്ലാതാകണം. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം, ഇപ്പം പല വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മളിവിടെ കണ്ടു. ചിലരൊക്കെ ഇങ്ങനെ തൊഴും, കൈയെടുത്ത് തൊഴും. ഞാൻ ഇന്നലെ രാവിലെ ശ്രദ്ധിച്ചു, ഒരുപാട് ആൾക്കാർ രാവിലെ അമ്പലത്തിനകത്ത് കയറുന്നില്ല, തിരക്കാണെന്ന് തോന്നുന്നു. അവിടെ ആലിൻ്റെ അവിടെ നിന്നിട്ട് ഒരു പ്രത്യേക നമസ്കാരം. അപ്പം ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു, ഇതൊന്നും ശാസ്ത്രത്തിലില്ല. ഓരോരുത്തരും ഓരോ രീതി, അത്രയെങ്കിലും ചെയ്യുന്നല്ലോ. ഒരു ബൈക്കിൽ പോകുന്ന ഒരാൾ അവിടെ ഒന്നും ചവിട്ടി ബൈക്കൊന്ന് സ്ലോ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയി. ഇങ്ങനെ പല വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. ഇവിടെ ചിലരിങ്ങനെ കയ്യൊക്കെ തൂക്കി പ്രാർത്ഥിക്കും. അപ്പം എന്താണ് നമസ്കാരം? നമസ്കാരം മൊത്തം 3 പഞ്ചാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം, ശരണാഗതി നമസ്കാരം. അങ്ങനെ 3 ആദ്യത്തെ നമസ്കാരം പഞ്ചാംഗ നമസ്കാരം. സ്ത്രീകൾ, അമ്മമാരെല്ലാം നമസ്കരിക്കുന്നത് പോലെ കാണിച്ചു. നമസ്കരിക്കും, മുട്ടുകുത്തി ഇങ്ങനെ വേണ്ടേ? ഓക്കെ, എണീക്കല്ലേ പറയുന്നവരെ. ഇത് സ്ത്രീകൾ ചെയ്യേണ്ടതാ. പഞ്ചാംഗ, നമ്മുടെ ശരീരത്തിൽ 5 അംഗം മാത്രം. അവന് വിഷമായി. ശരി, ഓക്കെ, താങ്ക് യു. അവൻ പേടിച്ചു പോയി. സോ സ്ത്രീകൾ ചെയ്യേണ്ടതാണ്
പഞ്ചാംഗ നമസ്കാരം. ശരീരത്തിൽ 5 ഭാഗം, 5 അംഗങ്ങൾ: പാദം, ശിരസ്, കൈകൾ, മനസ്സ്, വാക്ക്. ഈ 5 കാര്യം എന്നെയല്ല. ഓക്കെ. ഇതിനെ പഞ്ചാംഗ നമസ്കാരം എന്ന് പറയും. പാദം, ശിരസ്, കൈകൾ, മനസ്സ്, വാക്ക്. നമ്മൾ ആരെയാണോ നമസ്കരിക്കുന്നത് ആ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു മന്ത്രം, അറിയാവുന്നത് എന്തെങ്കിലും ഇത് ചെയ്താലാണ് പൂർണ്ണ നമസ്കാരം. ഇത് ആർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാ? സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാ. പഞ്ചാംഗം: പാദം, ശിരസ്, കൈകൾ. ആരെയാണോ നമസ്കരിക്കുന്നത് അവരെ മനസ്സുകൊണ്ട് ഓർക്കുക, മന്ത്രം ചൊല്ലുക. ഇത് സ്ത്രീകൾക്കുള്ള നമസ്കാരമാണ്. രണ്ടാമത്തത് പുരുഷന്മാർക്കുള്ള നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം, ദണ്ഡവത് നമസ്കാരം. എന്താ പേര്? നിന്റെ പേരെന്താ? ഉറങ്ങിയ? ഹലോ, പേരെന്താ? ഹരികൃഷ്ണ. ഇതിനെ ദണ്ഡ നമസ്കാരം എന്ന് പറയും. ഇങ്ങനെയല്ല, സന്യാസിയുടെ കയ്യിൽ ഒരു ദണ്ഡമുണ്ടെങ്കിൽ അതിട്ടാൽ എങ്ങനെ താഴെ വീഴും, ആ വടി വീഴുന്നത് പോലെ ആണുങ്ങൾ അങ്ങനെ വേണം. ദണ്ഡവത് നമസ്കാരം, ദണ്ഡ നമസ്കാരം എന്ന് പറയും. നമ്മളങ്ങ് സാഷ്ടാംഗം വീണ് 8 അംഗം, ശരീരത്തിൽ 8 ഭാഗം: കാല്, മാറ്, ശിരസ്, കൈകൾ, അരക്കെട്ട്, മന്ത്രം, വാക്ക്. 8ആയോ? ശരി. 8 ഭാഗം ഭഗവാനെ സമർപ്പിച്ചിട്ട്. അപ്പം ഇങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മന്ത്രവും ചൊല്ലണം. ആരെയാണോ നമസ്കരിക്കുന്നത് അവരെ മനസ്സിൽ ധ്യാനിക്കുകയും വേണം. ഈ കാര്യങ്ങൾ രണ്ടിനെയാണ് നമസ്കാരം എന്ന് പറയുക. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്താണ്? കൈ തൊഴുത് നെറ്റിയിൽ തട്ടി ഇങ്ങനെ ഒന്ന് കുനിയെങ്കിൽ, അത്രയെങ്കിൽ അത് ഷോർട്ട് കട്ടാണ്. അപ്പം മൊത്തം 2 നമുക്ക്. ഹലോ, താങ്ക് യു. സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം, പുരുഷന്മാർക്ക് ദണ്ഡ നമസ്കാരം, ദണ്ഡവത് നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം. മൂന്നാമത്തത് ശരണാഗതി. ഭഗവാനെ, എനിക്ക് വേറെ ഒരു ഗതിയും ഇല്ല, നീ മാത്രം. എങ്ങനെയാണോ ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ കുറേ സമയം ദ്രൗപദി വസ്ത്രവും പിടിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് നിലവിളിച്ചു. ഒരു സഹായവും കിട്ടാതെ വന്നപ്പോൾ അത് രണ്ടും വിട്ട് കൈ ഉയർത്തി. ഇതിനെ ശരണാഗതി എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരു ഗതിയില്ല, ഭഗവാനേ ഉള്ളൂ. ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഒരാള് അഭയം. എങ്ങനെയാ അഭയം എന്ന് വിളിക്കുക? എങ്ങനെ? വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു നിവർത്തിയില്ല, ഒന്നിനെയും ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ 2 കൈയും ഉയർത്തി രക്ഷിക്കണേ. ഇതിനെ ശരണാഗതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ മൊത്തം 3 തരം നമസ്കാരങ്ങളാണ്. പഞ്ചാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം, മൂന്നാമത്തേതാ? ശരണാഗതി. അതുകൊണ്ടാണ് ഇവിടെ ചിലര് മന്ത്രം ചൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വേറെ ഗതി. ഇത് സനാതന ധർമ്മത്തിൽ മാത്രമല്ല, മറ്റു മതങ്ങളിലും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പള്ളികളിലും അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നവരെങ്ങനെയാ? മുട്ടുകുത്തി, ഇല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിക്കുക, അല്ലേ? ഇത് എല്ലാ മതത്തിലും ശരണാഗതി ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷുകാരൻ ആറ്റിൽ വീണാലും മലയാളി ആറ്റിൽ വീണാലും ആരാറ്റിൽ വീണാലും കൈ തൂക്കിയേ രക്ഷിക്കണേ എന്ന് വിളിക്കുള്ളൂ. ആരെങ്കിലും കാല് തൂക്കി വിളിക്കുള്ളൂ? ഇല്ല. ശരണാഗതി പ്രപഞ്ചം മുഴുവനും ഒരുപോലെ തന്നെയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ശരണാഗതി നമസ്കാരം. ഇനി ഇന്നത്തെ
ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഭരതചരിതം, ജഡഭരത ചരിതം. എങ്ങനെയാണോ നാരദന് 3 ജന്മം ഇവിടെ നമ്മൾ വിശദീകരിച്ചത്, ഓർമ്മയുണ്ടോ? നാരദന്റെ 3 ജന്മങ്ങൾ വിശദീകരിച്ചു. ഉപവർണൻ, ദാസീപുത്രൻ, മൂന്നാമത്തത് നാരദൻ. അതേപോലെ ഭരതചക്രവർത്തിക്കും 3 ജന്മമുണ്ട്. ഭരതൻ, പിന്നെ മാനായി 2ാമത്തെ ജന്മം, അവസാനം ജഡമായി 3ാമത്തെ ജന്മം. ഭരതൻ, നമ്മുടെ പുരാണങ്ങളിൽ 2-3 ഭരതന്മാരുണ്ട്. ഒന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സഹോദരനായ ഭരതൻ, 2ാമത്തത് ശകുന്തളയുടെ മകനായ ഒരു ഭരതൻ, 3ാമത്തത് ഈ ഭരതചക്രവർത്തി. ശകുന്തളയുടെ മകൻ ഈ രാജ്യം മുഴുവനും സത്യസന്ധമായി ഭരിച്ചു. ഒരു ശരിക്കുമുള്ള രാജാവ് എങ്ങനെ ഭരിക്കണം എന്ന് വെച്ചാൽ, സ്ത്രീകളെ സംരക്ഷിക്കണം, വൃദ്ധന്മാരെ സംരക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, 4ാമത്തത് കന്നുകാലികളെ സംരക്ഷിക്കണം. ഇതെല്ലാം കൃത്യം ഭരതൻ ചെയ്തതുകൊണ്ട് ഈ ദേശത്തിന് ഭാരതദേശം എന്ന പേര് കിട്ടി. പഴയ ഭാരതം, യഥാർത്ഥ ഭാരതം എന്ന് പറയുന്നത് ഇന്ന് കാണുന്നതല്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഗാന്ധാരദേശം, കണ്ടഹാർ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു പഴയ ഭാരതത്തിൻ്റെ. ഓസ്ട്രേലിയ, മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. വലുതായിരുന്നു, ഒരുപാട് വലുത്. ശ്രീലങ്ക, ഇതെല്ലാം ഈ ഭാരതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ വെട്ടിമുറിച്ച് ഈ കുരങ്ങ് അപ്പം പങ്കുവെച്ചതുപോലെ കുറഞ്ഞ് ഇപ്പം ഇത്തിരിയേ ഉള്ളൂ. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇതും കാണില്ല. പണ്ട് ഇതെല്ലാം ഒരുമിച്ചായിരുന്നു എന്നാ പറയുന്നത്. ഉദാഹരണം, അർജുനൻ ദിവ്യമായ അതിശക്തമായ അസ്ത്രങ്ങൾ ഒരു സ്ഥലത്ത് വച്ചു. വിജനമായ സ്ഥലത്ത് വയ്ക്കണം, എല്ലാവരും ഉള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പറ്റില്ല, അപായകരമായ ആയുധങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അർജുനൻ ഈ അസ്ത്രങ്ങളൊക്കെ വെച്ചു. അസ്ത്രാലയം. അവിടെ പാർത്ഥൻ താമസിച്ചു. അവിടെ ചോളം മാത്രമേ തിന്നാൻ കിട്ടിയുള്ളൂ. സംസ്കൃതത്തിൽ ചോളത്തിന് മൽബറും എന്നാണ് പേര്. ആ പാർത്ഥൻ ചെന്ന് ആയുധങ്ങൾ വെച്ച അസ്ത്രാലയമാണ് ഓസ്ട്രേലിയ. പാർത്ഥൻ താമസിച്ച സ്ഥലമാണ് പെർത്ത്, ഓസ്ട്രേലിയയിലും. മൽബറും, ചോളങ്ങളെല്ലാം വിതച്ച സ്ഥലമാണ് മെൽബോൺ. ഇങ്ങനെ ഒരുപാട്, ഇതെല്ലാം മഹാഭാരതമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കസഖസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. സ്ഥാൻ എന്ന് വെച്ചാൽ എന്താണ്? സ്ഥലം. ഇത് സംസ്കൃത വാക്കാണ്. ഇതെല്ലാം എവിടെ നിന്നാ പോയത്? നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ. അതേപോലെ രാമായണത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി മാരീചനെ എത്രയോ യോജനം ദൂരം അമ്പെയ്ത് വീഴ്ത്തി. ആ മാരീചൻ ചെന്ന് വീണ സ്ഥലം മരീചിക എന്ന് പറയും. മരീചിക എന്ന് പറയുമ്പോൾ തമിഴില് കാനൽ നീർ എന്ന് പറയും, ഇംഗ്ലീഷിൽ മൈറേജ് എന്ന് പറയും. വേനൽക്കാലത്ത് ഹൈവേയിൽ റോഡിൽ പോകുമ്പോൾ ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. വാഹനം അടുത്ത് പോയാൽ വെള്ളം കുറച്ചും കൂടെ അപ്പുറത്ത് കിടക്കുന്നതായി തോന്നും. കണ്ടിട്ടുണ്ടോ? അതിനെ മരീചിക എന്ന് പറയും. അവിടെ വെള്ളമില്ല, പക്ഷെ വെള്ളം ഉള്ളതായി തോന്നും. മാരീചൻ, സ്വർണമാൻ ഉള്ളതുപോലെ തോന്നും, പക്ഷേ അവിടെ മാനില്ല. ആ മാരീചനെ ശ്രീരാമചന്ദ്രമൂർത്തി അമ്പെയ്ത് വീഴ്ത്തിയ സ്ഥലമാണ് മൊറീഷ്യസ്. ഇങ്ങനെ നമ്മൾ ഈ ഭൂഗോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റ്സ്ബുറി, ഹരേ കൃഷ്ണ, നരസിംഹദേവ് ഭഗവാൻ ജി. നമ
നമസ്തേ നരസിംഹായ. പ്രഹ്ലാദലാദദായിനി ഹിരണ്യാകാശേ പൂർവക്ഷഃ ശീലതങ്കാനകാലയേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമദീം ശരണം പ്രപദ്യേ. നരസിംഹദേവ് ഭഗവാൻ കീ. എവിടെ നിർത്തി? എവിടെ നിർത്തി? മൊറീഷ്യസ്. അപ്പോ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും മഹാഭാരതമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ്. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റ്സ്ബുറി, ക്വീൻസ്ബുറി, കിങ്സ്ബുറി എന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബുറി എന്ന വാക്ക് പുരി എന്ന് പറയുന്ന സംസ്കൃത വാക്കിലിരുന്ന് മാറി വന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഇതിലിരുന്ന് പോയതാ. ഉദാഹരണം, ആദ്യം ഇംഗ്ലീഷുകാർക്ക് 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കലണ്ടറിൽ അവസാനത്തെ മാസത്തിൻ്റെ പേരെന്താ? ഡിസംബർ. ദശ എന്ന് വെച്ചാൽ എത്രയാ? 10. അതിന് മുമ്പത്തെ മാസം നവ എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പത്തെ മാസം ഒക്ടോബർ. ഓക്ടപ്പസ്. അഷ്ട എന്ന് വെച്ചാൽ 8. അതിന് മുമ്പത്തെ മാസം സപ്ത എന്ന് വെച്ചാൽ ഇതെല്ലാം എവിടെ നിന്ന് പോയതാണ്? എല്ലാം നമ്മുടെ അടുക്കളയിൽ നിന്ന് പോയതായിരുന്നു. പിന്നെ ജൂലിയസ് സീസർ പറഞ്ഞു എൻ്റെ പേരിൽ ഒരു മാസം ജൂലൈ. അയാളുടെ മകൻ ഒഗസ്റ്റസ് സീസർ പറഞ്ഞു എൻ്റെ പേരിലും കൂടെ ഒന്നിരിക്കട്ടെ. ഇങ്ങനെയെല്ലാം തട്ടിക്കൂട്ടിയ പഞ്ചാംഗമാണ്. ലോക ഭാഷകൾ, ലോക വിജ്ഞാനം, ലോക സിദ്ധാന്തം, ലോകശാസ്ത്രം എല്ലാം എടുത്ത് ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനം വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ സനാതന ധർമ്മ ഗ്രന്ഥങ്ങളാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേരിത് സമ്മതിക്കുന്നു? എല്ലാവരും എന്നിട്ട് നമ്മൾ ഇതെല്ലാം കളഞ്ഞിട്ട് ജാനുവരി, ഫെബ്രുവരി, ഡിസംബർ, ജൂൺ, എന്താ പറയുക, ജനുവരി അർദ്ധരാത്രി 1 മണിക്ക് എണീറ്റ് ഉറക്കമൊഴിഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ. ഇംഗ്ലീഷുകാരുടെ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണി കഴിയുമ്പോഴാണ്. വൈദിക പഞ്ചാംഗം അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തിലാണ്. ഇന്നത്തെ സൂര്യോദയം മുതൽ നാളത്തെ സൂര്യോദയം വരെ ഒരു ദിവസം. ഇംഗ്ലീഷ് പഞ്ചാംഗം അനുസരിച്ച് രാത്രി 12 മണി മുതൽ അടുത്ത ദിവസം രാത്രി 12 മണി വരെ ഒരു ദിവസം. ഏതാശയം? ഒരു ഡേ, ഒരു പകൽ, ഒരു ദിവസം. അർദ്ധരാത്രി തുടങ്ങും, സൂര്യോദയത്തിൽ തുടങ്ങും. നമ്മളൊരു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിക്കും. സൂര്യോദയത്തിൽ തുടങ്ങും, അർദ്ധരാത്രി തുടങ്ങും. പക്ഷെ ഇപ്പം നമ്മൾ കൃത്യം ഏതാ പ്രാക്ടീസ് ചെയ്യുന്നത്? എല്ലാം തെറ്റായ ഒരു കലണ്ടർ. നമ്മുടെ ഗ്രന്ഥങ്ങൾ അമൂല്യമായതാണ്. ഇതിന് ഒരു കൃത്യമായി ഇത് കൽപ്പിക്കാൻ പറ്റില്ല. നിസ്സീമമായതാണ്. മനുഷ്യന്റെ ചിന്തയ്ക്കും അപരിമേയം, അളക്കാൻ സാധിക്കാത്തതും എല്ലാമാണ് ഈ സിദ്ധാന്തം. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അറിയാവുന്നവര്
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളവർ ഉത്തരം പറയണ്ട. ഭാഗവതത്തിൽ ഒരു ശാസ്ത്രീയമായ ചോദ്യം: എന്തുകൊണ്ടാണ് നമുക്ക് സമുദ്രത്തിൽ ഉപ്പുരസം ഉള്ളത്? ഇല്ലേ, നദിയിലൊന്നും ഉപ്പുരസം ഇല്ലല്ലോ, കിണറ്റിലും വലുതായിട്ട് ഉപ്പുരസം ഇല്ല, സമുദ്രത്തിൽ മാത്രം ഉപ്പുരസം. എന്തുകൊണ്ടാണ് സമുദ്രത്തിന് ഉപ്പുരസം? ദൈവം ഉണ്ടാകും നല്ല വെള്ളം വെച്ചൂടെ, അതിലെന്തിനാ ഉപ്പിട്ടത്? ആർക്കെങ്കിലും യൂഹിക്കാൻ പറ്റുമെങ്കിൽ? അതായത് വളരെ ഒരു വിജ്ഞാനപരമായ ഒരു ആശയമാണ്, ഒരു കാര്യമാണ് അത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് നല്ല വെള്ളം വെച്ചു, വെള്ളം ഒരു ഗ്ലാസ്സിൽ നല്ല വെള്ളം വെച്ചു, ഒരു ഗ്ലാസ്സിൽ അല്പം ഉപ്പിട്ട് വെച്ചു. ഈ നല്ല വെള്ളം 3 ദിവസത്തിൽ ചീത്തയാണ്, അതിനകത്ത് പുഴുക്കൾ വരും. അല്പം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ സഹസ്രയുഗ പര്യന്തം, യുഗങ്ങൾ കടന്നു പോയാലും ആ വെള്ളം എന്താവില്ല, ചീത്തയാവില്ല. ദൈവത്തിനറിയാം ഈ പ്രപഞ്ചത്തില് ജലം ആവശ്യമാണ്, അതുകൊണ്ട് എന്തത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി, അല്ലേ? മോർച്ചറിയിൽ ഡെഡ് ബോഡിയിൽ എന്തായിട്ട് വെക്കാം? അധികം പരിചയമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. ഉണക്കമീനിന് എന്തായിട്ട് വെക്കുക? കറക്റ്റ്, എല്ലാവർക്കും മനസ്സിലായി. ഉപ്പിട്ട് വെക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ യുഗങ്ങളോളം അത് ചീത്തയാവുകയില്ല. അപ്പൊ ഇത് വിജ്ഞാനമല്ലേ? നമ്മുടെ ശാസ്ത്രം വിജ്ഞാനമല്ലേ? ഇപ്പൊ നമുക്ക് എത്ര കൺപോളയാ ഉള്ളത്? ഐലിഡ് ഒന്നേ ഉള്ളൂ. ഒട്ടകത്തിന് 2 എണ്ണം ഉണ്ട്. നമ്മളെപ്പോലെ ഒന്നല്ലാതെ ഒട്ടകത്തിന് 2 എണ്ണം ഉണ്ട്. ഒന്ന് അകത്ത്, ഒന്ന് പുറത്ത്. ഈ അകത്തുള്ളത് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ഒട്ടകം മണലാരണ്യത്തിൽ നടക്കുന്ന സമയത്ത് ഈ മണൽ കാറ്റ് വീശും. അപ്പൊ ഈ ഒട്ടകം എന്ത് ചെയ്യും? ആ ട്രാൻസ്പെറൻറ്റ് കണ്ണാടി പോലെ ഉള്ള കൺപോള ഇട്ടിട്ട് സുഖമായിട്ട് നടക്കും. ഈ ട്രെയിനിൽ കണ്ടിട്ടില്ലേ 2 എണ്ണം ഉള്ളത്? അത് ഒട്ടകത്തിൽ ഇരുന്ന് കോപ്പി അടിച്ചതാണ്. അപ്പോ ദൈവത്തിന് ബുദ്ധിയില്ലേ? ഇത് അമാനുഷ്യമായ സൃഷ്ടിയാണ്. ഒരിക്കലും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാ ഈശ്വരനും ഈശ്വരന്റെ സൃഷ്ടിയും. അതുകൊണ്ട് മനുഷ്യൻ വിനയപൂർവം ശരണം പ്രാപിക്കുന്നതാ നല്ലത്. ശരി, നമ്മൾ ഇന്ന് ജഡഭരത ചരിതം, ഭരതന്റെ വിശേഷമാണ്. 3 ജന്മം. ആദ്യത്തെ ജന്മം ഭരത ചക്രവർത്തി. തേങ്ങയ്ക്ക് 3 അവസ്ഥയുണ്ട്: കരിക്ക്, തേങ്ങ, കൊപ്ര, ഇങ്ങനെ 3 അവസ്ഥയുണ്ട്. കരിക്കെന്ന് പറയുമ്പോൾ എത്ര ശ്രമിച്ചാലും ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ചോണ്ടേയിരിക്കും. തേങ്ങ കുറച്ച് ഒട്ടിയിരിക്കും, മെനക്കെട്ടാൽ ഇളകി വരും. കൊപ്ര അകത്തുണ്ടാകും, പക്ഷെ എവിടെയും ഒട്ടാതെ ഇരിക്കും. നമ്മുടെ അവസ്ഥയും അതാണ്. മനുഷ്യൻ ആദ്യകാലത്ത് അത് വേണം, ഇത് വേണം, ഇനിയും വേണം, അതും വേണം, ഇരിക്കട്ടെ വെറുതെ, അതും എല്ലാം വേണം വേണം എന്ന് പറഞ്ഞ് ആർത്തിക്കങ്ങ് എടുത്ത് വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ശേഖരിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ ഭൂമിയിലാണെങ്കിലും അവന് ഭൂമിയിൽ ഒന്നിനോടും ബന്ധമില്ല. കൊപ്രയുടെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണ്? കരിക്കാണോ, തേങ്ങയാണോ, കൊപ്രയാണോ? നമ്മൾ ഏത് അവസ്ഥയിലാണ്? കരിക്ക. ഇനി കൊപ്ര ആയില്ലേ? തലയെല്ലാം വെളുത്തു. ശരി, കരിക്കിൻ്റെ അവസ്ഥയിലാണ്. ചിലര് തേങ്ങയുടെ അവസ്ഥയിലാണ്. പക്ഷെ കൊപ്രയുടെ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരുപാട് പേര്. അതായത് ഈ കൂട് പൊട്ടിയാൽ ഒന്നും വേണ്ട, ഇന്ന് വന്ന് ഈശ്വരൻ വിളിച്ചാലും വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാർ. ആരെങ്കിലും ഉണ്ടോ? വിളിക്കില്ലെന്നുള്ള ധൈര്യത്തിലാണോ? കൊപ്ര അവസ്ഥ. അതായത് ജീവിതം 50 കഴിയുമ്പോൾ, 60 കഴിയുമ്പോൾ അല്പം മമതയെല്ലാം കുറച്ച് മതി, എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. കാരണം ശാസ്ത്രം, പുരാണങ്ങൾ പറയുന്നു, ഒരു പഴം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും തിരിച്ചു വരേണ്ടി വരും. എന്തിന്? പഴം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോ കൊപ്രയുടെ അവസ്ഥ. ഭരതൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. ആ രാജാവ് മതി, രാജ്യം കണ്ടു, സുഖസൗകര്യങ്ങൾ കണ്ടു, ഐശ്വര്യം കണ്ടു, പത്നിമാരെ കണ്ടു, സന്താനങ്ങളെ കണ്ടു, ചക്രവർത്തിയായി.
ഇനി ഒന്നും വേണ്ട. ത്യാഗം ചെയ്യുന്ന ഒരു ആനന്ദം അനുഭവിക്കാൻ അദ്ദേഹം ഭരതൻ തയ്യാറായി. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അതായത് നല്ല വിശപ്പുണ്ട്, എന്നാലും വളരെ ഇഷ്ടപ്പെട്ട ചിലർ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. ഉടനെ നമ്മൾ ഓടി ഓടി അവരെ സൽക്കരിച്ച് അവർക്ക് വേണ്ടതെല്ലാം വിളമ്പിക്കുറിച്ച് കുശലമന്വേഷിച്ച് നല്ലോണം സംസാരിച്ച് സന്തോഷത്തോടെ വിശപ്പ് മറന്നുപോയി. മനസ്സിനകത്ത് ഒരു നിറവ്, കഴിച്ചതുമില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ചോറൊന്നും ആർക്കും കൊടുക്കില്ല. അതായത് വിശക്കുമ്പോൾ കഴിക്കുന്നത് ഒരു ആനന്ദം, പങ്കുവെച്ച് കഴിക്കുന്നത് അതിനേക്കാളും ഉയർന്ന ആനന്ദം. ഞാൻ കഴിക്കാതെ ഇഷ്ടമുള്ളവർക്ക് വിളമ്പി വിളമ്പി എൻ്റെ വിശപ്പ് മറക്കുന്നത് അതിനേക്കാളും ഉയർന്ന ഒരു ആനന്ദം. ഭരതൻ അതനുഭവിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചത് കുറേ കഴിച്ചു, പങ്കുവെച്ചതും ജീവിതത്തിൽ കഴിഞ്ഞു. ഇനിയുള്ളത് കൊടുത്തു കൊടുത്ത് ആനന്ദിക്കണമെന്ന് പറഞ്ഞ് മമത എനിക്കെന്ന് ഒന്നും മാറ്റിവെക്കാതെ ഭരതചക്രവർത്തി സർവ്വതും ഉപേക്ഷിച്ച് ഒന്നും കൊണ്ടുപോകാതെ കാട്ടിൽ ചെന്നിട്ട് അതികഠിനമായ തപസ്യ അനുഷ്ഠിച്ചു. ആരാ? ഭരതൻ. അവിടെ പോയി തപസ്യ അനുഷ്ഠിച്ചിട്ട് ആത്മീകതയിലെ 9 പടികളിൽ 8ാമത്തെ പടിയിൽ എത്തി. 8ാമത്തെ പടി എന്ന് പറയുന്നാൽ ഭാവ, ശ്രദ്ധ, രുചി, നിഷ്ഠ ഇങ്ങനെയൊക്കെ ഉണ്ട്. 8ാമത്തെ പടി ഭാവ. ഭാവ എന്ന പടി എങ്ങനെയെന്ന് വെച്ചാൽ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരണം, രോമാഞ്ചം ഉണ്ടാകണം, വിശപ്പും ഉറക്കവും വരരുത്. ആ ഭാവ അവസ്ഥയിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണ എന്ന് പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാവുകയും കണ്ണിന്ന് വെള്ളം വരികയും വിശപ്പും ദാഹവും മാറുകയും ആ ഒരു അവസ്ഥയിലായിരുന്നു. നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള കൃഷ്ണവിളിയേ ഉള്ളൂ. ഈ ഭരതചക്രവർത്തി 8ാമത്തെ പടിയിലെത്തി. ഇനി 9 പ്രേമം, അത്രയേ ഉള്ളൂ. ഭാവത്തിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ അതികഠിനമായ തപസ്യ അനുഷ്ഠിക്കുമ്പോഴാണ് ഒരു ഉദാഹരണം ചോദിക്കാം. അപ്പം കറക്റ്റ് മനസ്സിലാവും നമ്മൾ ഏത് പടിയിലാണ്. രാവിലെ മണി 8, ഓഫീസിൽ പോകണം, ലേറ്റായി. ഓഫീസിൽ കുറച്ച് ഫയൽ പെൻഡിങ് ബാക്കിയുണ്ട്. ഇഡ്ഡലി കഴിച്ചില്ല, അതും മേശപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നാമജപവും പെൻഡിങ് ഉണ്ട്. ഏത് മാറ്റി വയ്ക്കും? ഓഫീസിന് സമയമായി, പെട്ടെന്ന് പോകണം. ജപം ബാക്കിയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ഓഫീസ് ജോലിയും തീർത്തില്ല. ഈ തിരക്കിൽ നമ്മൾ ഏത് മാറ്റി വയ്ക്കും? എന്നിട്ടാണ് ഭാവത്തിൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ത് മാറ്റി വയ്ക്കും? ജപം എല്ലാം കൃഷ്ണൻ അറിയാം ഇല്ലേ? പക്ഷെ ഇവർ ഊണിനെ മാറ്റിവെക്കും, ഭൗതിക കർമ്മങ്ങളെ മാറ്റിവെക്കും, ജപത്തിനെ മാറ്റിവെക്കത്തില്ല. ആ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയാണ് ഈ രാജാവ്. ആരാ? ഭരതൻ. അങ്ങനെ ഇനി ഒരു പടിയേ ഉള്ളൂ പ്രേമത്തിനും മോക്ഷത്തിനും. ആ അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഇദ്ദേഹം തപസ്യയിരിക്കുന്ന സമയത്ത് ഗർഭിണിയായ ഒരു മാൻ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരുന്നത് ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക. നിറഞ്ഞ ഗർഭിണി, ഏത് സമയം വേണമെങ്കിലും ആ മാൻ ഒരു പേടയെ പ്രസവിക്കാം. ആ അവസ്ഥയിൽ വന്നത് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് തൊട്ട് പുറകെ ഇരുന്ന് സിംഹം ഗർജിക്കുന്ന ഒരു ഭയാനകമായ ശബ്ദം. പേടിച്ചു പോയ ഈ മാൻ എന്ത് ചെയ്തു? വെള്ളത്തിലെടുത്ത് ചാടി അതേ സമയം ഒരു കുഞ്ഞിനെ, ഒരു പേടയെ പ്രസവിച്ചു. ഈ അമ്മമാൻ ഒഴുക്കിൽപ്പെട്ടു പോയി. ഈ കുഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ തട്ടിക്കളിക്കുക. നിമിഷ നേരങ്ങൾക്കകം ഈ കുഞ്ഞും വെള്ളത്തിൽ ഒഴുകിപ്പോകും. അത്രയും ദയ ഉണ്ടായിരുന്ന ഭരതൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് ആ മാനിനെ തൂക്കിക്കൊണ്ടുവന്ന് അടുത്തു വച്ചു. ഭരതൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 2-3 മണിക്കൂർ 2-3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ മാൻ കണ്ണു തുറന്നു. എല്ലാ ജന്തുജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം, കുതിര, ഒട്ടകം, ആന, പൂച്ച, പശു, നായ എല്ലാം ജനിച്ച അടുത്ത 3-ാമത്തെ മണിക്കൂർ ഓടാൻ തുടങ്ങി. എല്ലാ മൃഗവും അങ്ങനെയാണ്, 2-3 മണിക്കൂറിൽ ഓടും. 1.5 കൊല്ലം 2 കൊല്ലമായാലും നടന്നു പഠിക്കാതെ
ജീവിതം മുഴുവനും വീണ് വീണ് നടക്കുന്നവരാരുണ്ട്? മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആന കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉയരത്തിൽ നിന്ന് അത് താഴെ വീഴുന്നത് ടമ്മെന്ന് വീഴും. ആന എന്ത് ചെയ്യും? നല്ല രസമാണ് കാണാൻ. കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി ചുറ്റി വരും ആ കുട്ടിയെ. അത് കഴിഞ്ഞ് ഒരു ചവിട്ട്, അത് 10 അടി ദൂരത്ത് അപ്പുറത്ത് ചെന്ന് വീഴും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആന ചുറ്റും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു തൊഴി ഇങ്ങോട്ട് വന്നു 4 ചവിട്ട് കുത്തുമ്പോൾ കുട്ടി ഓടാൻ തുടങ്ങും. നമ്മൾ ജുജു പപ്പി കഴിക്കടാ നിക്കടാ വർഷം മുഴുവൻ എന്നാലും ശരിയാവില്ല. മൃഗങ്ങളെല്ലാം മണിക്കൂറുകൾക്കകം എണീറ്റ് ഓടും. അപ്പൊ ആരാ നല്ലത്? ജീവിതകാലം മുഴുവനും നായെ അടിച്ചിട്ട് ഒരു ദിവസം ചോറ് കൊടുത്താൽ മതി, അത് വാലും മാട്ടിക്കൊണ്ട് പുറകെ വരും. മനുഷ്യന് എന്നും ചോറ് കൊടുത്തിട്ട് ഒരു ദിവസം വഴക്ക് പറഞ്ഞാൽ കടിക്കാൻ വരും. ആരാ നല്ലത്? പലപ്പോഴും മൃഗങ്ങളാണ് നല്ലത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാൻപേട കണ്ണു തുറന്ന് ഭരതനെ നക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ധ്യാനത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തടവിക്കൊടുക്കുമായിരുന്നു. പിന്നെ യജ്ഞഹോമാദികൾക്ക് പഴമൂലാദികൾ അന്വേഷിച്ച് പൂക്കൾ അന്വേഷിച്ച് അദ്ദേഹം വനത്തിൽ പോകുമ്പോൾ വിചാരിക്കും, ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഇതിനെ ആക്രമിച്ചാലോ, കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇതിനെയും തൂക്കിക്കൊണ്ട് കാട്ടിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിൽ ഈശ്വരന് പകരം ആ സ്ഥലത്ത് ആര് കയറിക്കൂടി? നോക്കിക്കോളൂ. ഭാവ എന്ന നിലയിൽ എത്തിയ ഭരതൻ അവസാനം ആരെടുത്ത് ബന്ധനത്തിൽ കുടുങ്ങി? ഒരു മാനിൻ്റെ അടുത്ത്. ഈ ലോകം വളരെ ആകർഷിതമാണ്. നമ്മൾ ദിവസവും തപോബലം നാമജപം കൃത്യം ചെയ്തില്ലെങ്കിൽ നിസ്സാരമായി ഏത് കാര്യത്തിൽ വേണമെങ്കിലും കൊടുക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കി, മാൻകിടാവിനെ കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു, അതിനെ കാണുന്നില്ല. അദ്ദേഹം ധ്യാനത്തിലിരുന്നു. മനസ്സിൽ ചിന്ത, അയ്യോ ആ മാനിനെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ പിടിച്ചിട്ടുണ്ടാവോ, ആക്രമിച്ചിട്ടുണ്ടാവോ, എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടാവോ? ഇദ്ദേഹത്തിന് ധ്യാനിക്കാൻ പറ്റുന്നില്ല. രജോ ഗുണവും തമോ ഗുണവും മനസ്സിൽ അധികമായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും. മലയാളത്തിൽ എന്ത് പറയും? റെസ്റ്റ്ലെസ്നെസ്. ഒരു ക്ഷമയില്ലാതെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കും. കണ്ടിട്ടുണ്ടോ? ചിലർ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല്ല് കടിക്കുന്നു, തല ഒരു സമാധാനം, ഒരു ക്ഷമയില്ല. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? തമോ ഗുണവും രജോ ഗുണവും മൂർധന്യ അവസ്ഥയിൽ വന്നാൽ ക്ഷമയും ശാന്തിയും ഒന്നും ഉണ്ടാവില്ല. ഭരതചക്രവർത്തി ധ്യാനത്തിലിരിക്കുന്നു, പക്ഷെ മനസ്സെന്തിനാ ചിന്തിക്കുന്നത്? ആ മാനിനെ തന്നെ. മാനെന്ത് പറ്റി. അദ്ദേഹം തപസ്യ ലംഘിച്ച് ആ മാനിനെ അന്വേഷിച്ചു പോയി. മാനെവിടെ എന്ന് അന്വേഷിച്ചു പോയപ്പോ മരണം ആ നിമിഷം സംഭവിച്ചു. യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ. അർജുന, നീ മരണവേളയിൽ എന്തിനെ ചിന്തിക്കുന്നോ അതായി തന്നെ ജനിക്കും. ഇദ്ദേഹം മരിക്കുന്ന നേരം എന്താ ചിന്തിച്ചത്? മാനിനെ ചിന്തിച്ചു, മാനായി ജനിച്ചു. അന്തകാലേച്ച മാംയേവ സ്മരൺ മുക്ത്വാ കളേവരം. ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്ന സമയത്ത് കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞിട്ട് വേണം കൂടെ. നമ്മളിൽ പലരും അയ്യോ ആരുടെ ഭാര്യയാണ്? ഹാലന്റെ ഭാര്യ. എൻ്റെ അലമാറയുടെ അകത്തുള്ള പൈസയെ എന്ന് ചിന്തിക്കുമ്പോൾ ചത്തുപോയ അടുത്ത അലമാറയ്ക്കകത്ത് പാറ്റയായി ജനിക്കും. ഈച്ച ചത്ത് പൂച്ചയായി, അജം ചത്ത് ഗജമായി, നരൻ ചത്ത് നാരിയായി, നാരി ചത്തോർ ഓരിയായി. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ. പുനർജന്മമുണ്ട്. അത് എന്തായി വേണമെങ്കിലും ജനിക്കാം. 7 തരം ജന്മങ്ങളുണ്ട്. കൃമികീടങ്ങളായി, ചെടികൊടികളായി, പക്ഷികളായി, മൃഗങ്ങളായി, മനുഷ്യനായി, ദേവനായി, ഭൂതപ്രേത പിശാചായി, എങ്ങനെ വേണമെങ്കിലും ജനിക്കാം. ശരിക്കും നാണവും മാനവും മറയ്ക്കാൻ വസ്ത്രം ധരിക്കാത്തവരെല്ലാം അടുത്ത ജന്മം മരമായി ജനിക്കുമത്രേ. എല്ലാവർക്കും അറിയാം, ഭാഗവത ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ യശോദ അമ്മ ഒരലിൽ കെട്ടിവെച്ചു.
കൃഷ്ണൻ ഒരലും വലിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? മലമ്പുഴ ഡാമിൽ ഒരലും വലിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? രണ്ട് മരങ്ങളുടെ ഇടയിൽ. ആ മരങ്ങൾ ആരായിരുന്നു? കുബേരന്റെ മക്കളാ. എന്തുകൊണ്ട് അവർ മരങ്ങളായി ജനിച്ചു? നേരെ വസ്ത്രം ധരിക്കാതെ അപ്സരസ്മാരോടൊത്ത് മാനസരോവരത്തിൽ കുളിക്കുക. മഹാദേവരും പാർവതിയും ആ വഴിയെ സഞ്ചരിക്കുന്നു. ഒരു മാനം ഇതില്ല, നാണമില്ല. നേരെ വസ്ത്രം ധരിക്കാത്തവരെല്ലാം അടുത്ത ജന്മം മരമായി ജനിക്കും. അപ്പൊ നമ്മുടെ സിനിമയിലുള്ളവരൊക്കെ എന്ത് സംഭവിക്കും? എല്ലാം ബോംബെയിൽ മരമായി. മരണസമയത്ത് മീന് കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് മരിച്ചാൽ പൊന്മാനായി ജനിക്കും. കിങ് ഫിഷർ. മരണസമയത്ത് എനിക്കറിയാം, ഒരു മുത്തശ്ശി കൺമുമ്പേ കണ്ടതാണ്. മരിക്കാനായി 82 വയസ്സായി. മക്കൾ ചോദിക്കുക, അമ്മേ അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? മോനെ കപ്പയും മീനും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചത്തുപോയി. എന്തായി ജനിക്കും? പൊന്മാനായി. ഗരുഡ പുരാണത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം എത്ര പേർ പോയിട്ടുണ്ട്? കുറേ പേര് പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ശ്രദ്ധിക്കുക. ശ്രീകോവിലിന്റെ അകത്ത് മുന്നേ ഒരു മുഖമണ്ഡപമുണ്ട്. അവിടെ 2 വശത്തും ഏതോ കാലഘട്ടത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ആര് എന്തായി ജനിക്കുമെന്ന്. ഗരുഡ പുരാണം അനുസരിച്ച് അമ്പലത്തിൽ ചെരുപ്പ് മോഷ്ടിക്കുന്നവൻ ഒരു ജന്മം ചെമ്മരിയാടായി ജനിക്കും. ഇവിടെ ആ പതിവുണ്ടോ? ഉണ്ടാ? അപ്പൊ വെളിയിൽ എഴുതി വെക്കണം. അമ്പലത്തിൽ ചെന്ന് ചെരുപ്പ് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു ജന്മം ചെമ്മരിയാടായി ജനിക്കും. നമ്മുടെ കൺമുമ്പേ നടക്കുന്ന ഒരു തെറ്റിനെ കണ്ടിട്ടും കാണാത്ത പോലെ പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ കണ്ണടയിടേണ്ടി വരും. നമ്മുടെ മുമ്പേ ഒരു തെറ്റ് നടന്നു. ആരോ ഒരു പശുവിനെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ ഇത് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ട് എനിക്കെന്താ, കാണാതെ പോലെ മിണ്ടാതെ പോയാൽ യമൻ പറയും. യമൻ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. എന്താ പേര്? യമന്റെ അസിസ്റ്റന്റിന്റെ പേര് ചിത്രഗുപ്തൻ. ഗോപ്യം. നമ്മുടെ ജീവിതത്തിൽ നടന്ന സർവത്ര രഹസ്യങ്ങളും രേഖപ്പെടുത്തിയ ഒരാളാണ്. നമ്മൾ വിചാരിച്ചിരിക്കുക എൻ്റെ രഹസ്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും രഹസ്യവും ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ആര്? ചിത്രഗുപ്തൻ. അപ്പൊ അയാൾ പറയും, ഇങ്ങനെ പാലക്കാട് വിരായിരി ആ ഭാഗത്തായി ഇവർ താമസം. ഒരാൾ പശുവിനെ വെട്ടുന്നതിനെ ഇദ്ദേഹം കണ്ടു. സോമശേഖരൻ ചേട്ടൻ കണ്ടിട്ട് കാണാതെ പോയി. യമൻ പറയും, എന്നാൽ അടുത്ത ജന്മത്തിൽ ഒരു 0.5 കട്ട് ചെയ്തേക്കുന്നു. അപ്പൊ കണ്ണട ഇടേണ്ടി വരും. ഇങ്ങനെ 84 ലക്ഷം കാരണകാര്യങ്ങൾ നാട്ടിൽ പ്രമാണിയായി നടക്കും. നല്ല തേച്ചം, മിടുക്ക്, വെള്ള വസ്ത്രം. പക്ഷെ ചിന്ത മുഴുവനും അഴുക്ക ചിന്തകൾ, കേവലമായ ചിന്തകൾ. അവൻ കഴുകായി ജനിക്കും. കഴുകു ഉയരെ പറക്കും. പക്ഷെ നോട്ടം എവിടെയാ? ചെളിക്കകത്തുള്ള കോഴിക്കുഞ്ചും പുഴുവിനെയൊക്കെയാ. യം യം വാപ്പിസ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം. അർജുന, നീ എന്തിനെ ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നോ അതായി തന്നെ പ്രാപിക്കും. എൻ്റെ പൈസയ്ക്ക് എന്ത് പറ്റും എന്ന് വിചാരിച്ച് ചത്താൽ അലമാറയ്ക്കകത്ത് പാറ്റയായോ പല്ലിയായോ ജനിക്കും. വലിയ ബുദ്ധിമുട്ടാണ് പാറ്റയായിട്ടൊക്കെ ജനിച്ചാൽ. പാറ്റ വൈഫ്, പാറ്റ മക്കൾ, ആരെങ്കിലും നമ്മൾ അടിച്ചു കഴിഞ്ഞു. പൂന്താനം ഇത് അന്ന് തന്നെ പാടി. ഞാനപ്പാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈച്ച ചത്ത് പൂച്ചയാകും, അജം ചത്ത് അജമാകും, നരൻ ചത്തോർ നാരിയാകും, നാരി ചത്തോർ ഓരി ഉൾഫ് ഓരിയാകും. അതുകൊണ്ട് അവസാന കാലത്തിൽ ഈശ്വര ചിന്തയുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. ആ കഴിഞ്ഞ ഓണത്തിനെടുത്ത ആ ബ്ലൂ കളർ സാരി, അത് എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് തത്തു. അവസാനം ജീവിതമേ ഇല്ലാതായി പോകും. പുനരപി ജനനം പുനരപി മരണം പുനരപി ജഡരി ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
जय जय गोपाल जय जय राधारमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय जय गोविंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ശ്രീമദ് ഭാഗവതം കീ. ഇത് കറക്റ്റ് ടൈമാണോ? 5 മിനിറ്റ് ഫാസ്റ്റാണ്. ഫാസ്റ്റ്. നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിലാണ് ക്ലോക്ക് 5-10 മിനിറ്റ് ഫാസ്റ്റായി വെച്ചിരിക്കുന്നത്? എല്ലാവരുടെ വീട്ടിൽ. ഇതിനെ ആ മായ എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് വിശ്വസിച്ചുള്ള ഒരു ഓട്ടം. ആ വാച്ചിൽ 10 മിനിറ്റ് കൂട്ടി വെച്ചത് ആരാണ്? ആരാ കൂട്ടി വെച്ചത്? ഗ്രഹനാഥൻ അറിയാം 10 മിനിറ്റ് ഫാസ്റ്റാണ്. വീട്ടിലുള്ള സ്ത്രീക്കിനും അറിയാം 10 മിനിറ്റ് ഫാസ്റ്റാണ്. കുട്ടികൾക്കും അറിയാം അത് 10 ഫാസ്റ്റാണ്. പട്ടിക്കും അറിയാം അത് 10 മിനിറ്റ് ഫാസ്റ്റാണ്. നമ്മൾ തന്നെ കൂട്ടി വെച്ചിട്ട് അതിനെ നോക്കിയിട്ട് അയ്യോ ലേറ്റായി എന്താ 10 മിനിറ്റ് കൂട്ടി വെച്ചത്? 5 മിനിറ്റ് കൂട്ടി. അപ്പോൾ 2ാം ജന്മം ഭരതൻ മാനായി ജനിച്ചു. പക്ഷേ ഭഗവാന്റെ കൃപ കൊണ്ട് ആ ജന്മത്തിലും പൂർവജന്മ ഓർമ്മയുണ്ടായിരുന്നു. മൃഗങ്ങളിലെ വെച്ച് അല്ലെങ്കിൽ ജന്തു ജീവജാലങ്ങളിൽ വെച്ച് മുൻജന്മം ഓർമ്മയുള്ള ഒരേ ഒരു മൃഗം മാത്രമേ ഉള്ളൂ. ഏതാണ്? മാനം. ശരി, ജന്തു ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും അധികകാലം ജീവിക്കുന്ന മൃഗം ഏതാണ്? ആമ. ആമയാണ് 150 വർഷം 200 വർഷം ജീവിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ അത് പ്രാണായാമം ചെയ്യും. ഒരു പ്രാവശ്യം വെള്ളത്തിൻ്റെ മീതെ വന്ന് ശ്വാസം വലിച്ചാൽ പിന്നെ ആമ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഏകദേശം 10 മിനിറ്റ് 8 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ആമ വന്ന് ശ്വാസം വലിക്കുന്നത്. പ്രാണായാമം. ശ്വാസം നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ആമയ്ക്കുണ്ട്. നമ്മൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചോൾ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഒരു നിമിഷം നമുക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റില്ല. ആ ആമ വന്നിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ വെള്ളത്തിനകത്തിരിക്കും. അതിൻ്റെ പ്രാണനെ അത് നിയന്ത്രിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഗീത കാമക്രോധാദികളിൽ വീഴാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ദേഷ്യം പാടില്ല. ദേഷ്യം വന്നാൽ എന്ത് സംഭവിക്കും? പ്രാണൻ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വേഗം കൂടും. ദേഷ്യം വന്നാൽ പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് ചത്തു. പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ദേഷ്യം കുറച്ചാൽ പ്രാണൻ മിതമായി. പഴയ വൈദ്യന്മാരൊക്കെ എന്ത് ചോദിച്ചാൽ നമ്മൾ ചെന്നാൽ നരമ്പൊക്കെ നാടിയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി ഈ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ വിരൽ വെച്ച് നോക്കും. കണ്ടിട്ടുണ്ടോ? പഴയ വൈദ്യന്മാർ ശ്വാസഗതി ശരിയാണോ എന്ന് നോക്കും. പിന്നെ എന്ത് അസുഖം വന്നാലും ശരി, 2 തട്ട് തട്ടി എല്ലാം നാളെ ശരിയാവും. അപ്പം കേട്ടപ്പോൾ നമുക്കും ഒരു ധൈര്യം. പക്ഷെ ഇന്ന് ആശുപത്രിക്ക് പോയാൽ ആദ്യം ഒരു ട്രയൽ ശവപ്പെട്ടിയിൽ കയറ്റി അങ്ങ് പുറത്താക്കും. ആ പെട്ടിയിൽ കയറി ഇറങ്ങിയവരാരെങ്കിലും ഉണ്ടോ? എന്താണത്? MRI സ്കാൻ, മരണ സ്കാൻ. MRI സ്കാൻ എടുത്തവരൊക്കെ ഉണ്ടോ ഇവിടെ? അകത്ത് വല്ലാത്ത ശബ്ദം അല്ലേ? ശബ്ദം എല്ലാം കേട്ട് ഒരു പ്രാവശ്യം പേടിക്കും.
നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അത് കഴിഞ്ഞ ഡോക്ടറുടെ ഒരു അഭിനയം. കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ നോക്കാം. അതായത് 2 കൊല്ലം കഴിഞ്ഞ് മരിക്കുന്ന ആൾ ഇന്നേ ചത്തു. ഇനി അഥവാ അല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബില്ലും കൂടെ കിട്ടുമ്പോൾ എല്ലാം റെഡിയായി കിട്ടും. പക്ഷെ പഴയ വൈദ്യന്മാർ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് പ്രോത്സാഹനം തരും. എത്ര മാരകമായ അസുഖം വന്നാലും അവരെടുത്ത എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ഒരാൾ ആശുപത്രിയിൽ കിടക്കുക, അടുത്ത വൈദ്യകാരൻ്റെ അടുത്ത് പറയുന്നു ഒരു ജലദോഷം, അതിനു വേണ്ടി വന്നതാ, എന്നെ ഇതാ ഒരാഴ്ചയായിട്ട് കിടത്തി വെച്ചിരിക്കുക. അടുത്ത ബെറ്റിലുള്ള നിനക്ക് ജലദോഷം, ഞാൻ കൊറിയർ കൊടുക്കാൻ വന്നതാ, എന്നെ പിടിച്ച് കിടത്തി വെക്കുക. അതായത് ജീവിത രീതി തന്നെ മാറിപ്പോയി. ഒരു വൈദ്യൻ ഇന്ന് ഡോക്ടർ ആവണമെങ്കിൽ എത്രയാ ചെലവ്? ഒരുപാട് കാശാവൂലേ? ലക്ഷങ്ങളും കോടികളും ആകുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 50 ലക്ഷം 1 കോടി ചെലവാക്കി ഇവിടെ ആരെങ്കിലും മക്കളെ ഡോക്ടറാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം ആരും കൈ ഉയർത്തൂല. ഉണ്ടോ ആരെങ്കിലും? അതാ ശരി. അങ്ങനെ 50 ലക്ഷം 1 കോടിയൊക്കെ ചെലവാക്കി ഡോക്ടറാക്കി. രാജേഷ് ക്ലിനിക് ഡോക്ടർ ഇരിക്കുകയാണ്, 1 കോടി ചെലവാക്കി ക്ലിനിക് വെച്ചിരിക്കുകയാണ്. എന്നും രാവിലെ ഡോക്ടർ എന്ത് പ്രാർത്ഥിക്കും? ദൈവമേ രോഗികളെയൊക്കെ അയക്കണേ. നല്ലതാണ് പ്രാർത്ഥന. ശരി, ഒരു അഡ്വക്കേറ്റ് എന്തായിരിക്കും പ്രാർത്ഥിക്കുക? എല്ലാ വീട്ടിലും അടിയുണ്ടാകട്ടെ, കേസ് വരും. ശരി, അതെല്ലാം പോട്ടെ. ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? കലേർദോഷമിതേ രാജൻ. കലികാലത്തില് എവിടെ നോക്കിയാലും ദോഷം, തികഞ്ഞ നന്മകളെ ഇല്ലാത്തൊരവസ്ഥ. അപ്പോ ഈ ആമയാണ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു മൃഗം. ഓർമ്മശക്തി വളരെയധികം ഉള്ളത് ആനയ്ക്കാണ് ഓർമ്മശക്തി. നമുക്ക് അങ്ങനെയല്ല. ഇന്നെന്താ ബുധനാഴ്ച? കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 11 മണി 10 മിനിറ്റിന് എന്ത് ചെയ്തു നമുക്ക് വല്ല അറിയാമോ? പക്ഷെ അതും ഒരു അനുഗ്രഹമാ. ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, മത്തഃ സ്മൃതിർജ്ഞാനം അപോഹനം ച അർജുന. ഞാനാണ് നിനക്ക് ഓർമ്മശക്തിയും, ഞാനാണ് നിനക്ക് മറവിയും, എല്ലാം തരുന്നത് ഞാനാണ്. മറവിയും ഒരു അനുഗ്രഹമാണ്. എല്ലാ ഓർമ്മയിലിരുന്ന എന്നും തൂങ്ങിച്ചാവേണ്ടി വരും. മറക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ ഭരതന്റെ തപോബലം കാരണം മാനായി ജനിച്ചപ്പോഴും പൂർവജന്മത്തിൽ ചെയ്ത ഒരു തെറ്റ് ഓർമ്മയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാൻ എന്തെയും മറ്റ മാനുകളുടെ കൂടെ കൂടില്ല, ഒറ്റയ്ക്ക് ഇരിക്കും. ഉണങ്ങിയ പച്ചില പോലും കഴിക്കില്ല, കഴിച്ചാൽ കുടുങ്ങിയാലോ എന്ന് പറഞ്ഞ് ഉണങ്ങിയ ഇല മാത്രം കഴിച്ച് ശരീരത്തിൽ പ്രാണനെ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുമായിരുന്നു. അങ്ങനെ തപസ്യയുടെ ജീവിതത്തിൻ്റെ അവസാനം ജഡഭരതനായി 3ാം ജന്മം. ആദ്യം ഭരതചക്രവർത്തി, 2ാമത്തത് മാന്, 3ാമത്തത് ജഡഭരതനായി ജഡമായി ജനിച്ചു. ജഡമെന്ന് വെച്ചാൽ ജന്മനാ ജഡമല്ല, അദ്ദേഹം ജഡമായി അഭിനയിച്ചു. കാരണം എന്തെങ്കിലും ചെയ്ത് ഈ ലോകത്ത് കുടുങ്ങി 2 പ്രാവശ്യം അനുഭവമായി. ഇനി 3ാമത്തത് കുടുങ്ങണ്ട എന്ന് വെച്ച് ജഡമായി അഭിനയിച്ചു. അതൊരു ഒരു വലിയ കാര്യമാണ്. കാരണം ഒന്നും അറിയാത്ത വിഡ്ഢി എല്ലാം അറിയുന്നത് പോലെ അഭിനയിക്കുന്നത് എളുപ്പം. എല്ലാം അറിയുന്നവൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതാണ് ബുദ്ധിമുട്ട്. നമ്മളൊക്കെ എന്താണ്, ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയുന്ന പോലെ നടക്കും അല്ലേ? ഈ കേരളത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. എവിടെയെങ്കിലും റോഡിൽ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ലെന്നേ പറയില്ല. പോയാൽ മതി, എവിടെയെങ്കിലും പോയാൽ നേരെ 10 മിനിറ്റ് പോയാൽ മതി. പക്ഷേ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ പോയി വഴി ചോദിച്ചാലേ അറിയില്ലെങ്കിൽ അവർ അറിയില്ലെന്ന് പറയും. അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് അവിടെ പോകണം, 10ാമത്തെ വീട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിയണം, കൃത്യം പറഞ്ഞു തരും. ഈ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? കുറേ പേർക്കുണ്ട്. കേരളത്തിൽ വഴി ചോദിച്ചാലോ എവിടെയെങ്കിലുമൊക്കെ പോയിക്കോ. അപ്പോൾ എല്ലാം അറിയുന്നവർ അറിയാത്ത പോലെ ജഡമായി അഭിനയിക്കുന്നത് വിനയം. ഒന്നും അറിയാത്തവൻ എല്ലാം അറിയുന്നത് പോലെ അഭിനയിക്കുന്നത് അഹങ്കാരം. ഇവിടെ ഭരതൻ എല്ലാം അറിയാം, പക്ഷെ എന്താണ്?
ജഡമായി അഭിനയിച്ചു. എന്തിനാ? എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കളയോ. അച്ഛൻ ബ്രാഹ്മണൻ, എല്ലാവരും പരാതി പറഞ്ഞ് കുടുംബക്കാർക്ക് തന്നെ വെറുപ്പായി. ഇങ്ങനെ ഒരു മന്ദബുദ്ധിയായ മകൻ, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ഇവന് കൊടുത്ത ജോലി എന്താണ്? പശുവിൻ്റെ ചാണകം ഇങ്ങനെ ദോശ പോലെ പരത്തി അത് ഈ ചുമരിൽ എറിഞ്ഞു പിടിപ്പിച്ച് ഉണക്കുന്ന പഴയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ എല്ലാവരും? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തവരും ഉണ്ട്. അത് ശരി. ചാണകമൊക്കെ ഇങ്ങനെ റെഡിയാക്കി, അതായത് ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞിട്ട് ജഡഭരതൻ ആ ജോലി കൊടുത്തു. അപ്പോഴും ജഡഭരതൻ എന്ത് ചെയ്തു? ഇതിനെ പരത്തി കയ്യിൽ വെച്ചിട്ട് ആരെങ്കിലും ബ്രാഹ്മണർ പോകുമ്പോൾ അവരെ തലക്ക് എറിഞ്ഞു കൊടുക്കും. ഇവനെ വീട്ടിൽ വെക്കാൻ പറ്റില്ല, ഇവൻ ശാപം, ഇവൻ ദോഷമാണ്. സ്വന്തം രക്ഷകർത്താക്കൾ തന്നെ വിചാരിച്ചു ഇങ്ങനെ ഒരു പുത്രൻ ഉള്ളതിനേക്കാളും ചത്താൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ജഡഭരതന്റെ അച്ഛനും മരിച്ചു. ബാക്കിയുള്ളവർക്ക് അവനൊരു ഭാരമായി അവൻ അഭിനയിച്ചു. എന്ന് വെച്ചാൽ ആരും എന്നെ ഒന്നും ഏൽപ്പിക്കില്ല അല്ലേ? അല്ലെങ്കിൽ ഈ ലോകം എന്തെയും പഠിച്ചതിന് ശേഷം ഇനി ജോലി അന്വേഷിക്കുക, ഇനി കല്യാണം, കുട്ടികൾ ഇനി നീ കഷ്ടപ്പെട്ടോ അല്ലേ? അതല്ലേ ഈ ലോകം. അങ്ങനെ ഒരു ചക്രം. എന്തിനാണ് നമ്മളെല്ലാം ചെറുപ്പക്കാരെ കല്യാണം കഴിപ്പിച്ചു വെക്കുന്നത്? ഞാൻ അനുഭവിച്ചത് നീയും അനുഭവിക്കണം. ഒരു സൈക്കിളാണ് എല്ലാം. പിന്നെ പറയും അതവൻ്റെ പ്രാരാബ്ദം. അപ്പോൾ ജഡഭരതൻ മനഃപൂർവം ജഡമായി അഭിനയിച്ചു. അവസാനം അച്ഛൻ മരിച്ചതിന് ശേഷം സഹോദരന്മാർക്ക് ജഡഭരതൻ ഒരു ഭാരമായി. അതുകൊണ്ട് ഭരതനെ എന്താക്കി? ഒരു രാത്രി കൃഷിഭൂമിയിൽ കാവലിനയച്ചു. കാരണം കള്ളന്മാർ, അന്ന് കാലത്തൊക്കെ ആരാ കള്ളന്മാർ? വാഴയുടെ കൊല വെട്ടിയിട്ട് പോകുന്നത്, തെങ്ങിൽ കയറി കറി, ഇതൊക്കെയായിരുന്നു വലിയ കള്ളത്തരം അന്നൊക്കെ. ഇന്ന് അതൊന്നും ആരും മെനക്കെട്ട് തെങ്ങി കയറി കരിക്ക് മോഷ്ടിക്കുന്നവർ. അന്നൊക്കെ അതൊക്കെയായിരുന്നു വലിയ മോഷണം. കൃഷിഭൂമിയിലിരുന്ന് ഇതെല്ലാം കൊണ്ടുപോകുമെന്ന് ഭയന്ന് ജഡഭരതനെ കാവലിന് വെച്ചു. എന്തിനാണ്? ഇവൻ ഉള്ളത് കാരണം കള്ളന്മാർ വരില്ല. ഇനി അഥവാ കള്ളന്മാർ വന്നാൽ ഇവനെ തല്ലിക്കൊല്ലിട്ട് പോകും, എന്തായാലും നമുക്ക് ലാഭം തന്നെ എന്ന് സ്വന്തം മനുജനെ കുരുതി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ജഡഭരതൻ കാട്ടിൽ ചെന്നു. ആരുമില്ല, ഏകനായി ഒറ്റയ്ക്ക് ഒരു രാത്രി ഇരിക്കുന്നു. ജഡഭരതൻ ഭഗവാന്റെ നാമവും ചൊല്ലി ആധ്യാത്മിക ഉണർവിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല. അതുകൊണ്ട് സന്തോഷത്തോട് ദൈവത്തിനെ ധ്യാനിക്കുന്നു. അപ്പോഴാണ് ചില കാളി ഭക്തന്മാർ കാളിക്ക് കുരുതി കൊടുക്കാൻ, നരബലി കൊടുക്കാൻ അനുയോജ്യനായ ഒരാളെ തേടി നടക്കുന്നത്. വന്നു നോക്കിയ നല്ല വെളുത്തു തുടുത്ത ഒരു ബ്രാഹ്മണ കുട്ടി പിടിച്ചു. എന്തിനാ? കാളിയുടെ മുമ്പേ ബലി കൊടുക്കാൻ. പക്ഷേ ഒരക്ഷരം എതിർപ്പ് അറിയിച്ചിട്ടില്ല. ആര്? ഭരതൻ. ഭഗവാൻ വിചാരിച്ചാൽ നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ, ഞാൻ ആരാ അത് തടയാൻ? അവർ പിടിച്ചോണ്ട് പോയപ്പോഴും എതിർത്തില്ല, അവിടെ കൊണ്ടുപോയി കാളിയുടെ മുമ്പേ കിടത്തിയപ്പോഴും എതിർത്തില്ല. മഞ്ഞവെള്ളമെല്ലാം ഒഴിച്ച് കുളിപ്പിച്ച് മാലയൊക്കെ ഇട്ട് മെയിൻ അർച്ചകൻ വാളും തൂക്കിക്കൊണ്ടുവന്ന് നൃത്തം വയ്ക്കുക. ജഡഭരതൻ നിശ്ചലമായി അവിടെ കിടക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാനൊരു ഉപകരണം മാത്രം, എന്നെ എങ്ങനെ വേണമെങ്കിലും അങ്ങയ്ക്ക് കളിപ്പിക്കാം, ഞാനൊരു ദാസനാണ് എന്ന പ്രാർത്ഥനയോട് ഭരതൻ അവിടെ കിടന്നു. അവസാനം അർച്ചകൻ വെട്ടാൻ വാൾ ഉയർത്തിയ സമയത്ത് കാളിക്ക് പോലും സഹിച്ചില്ല. വന്ദിതന്മാരെ നിന്ദിക്കുന്നത് മഹാപാപമാണ്. ദശരഥ ചക്രവർത്തിയുടെ സുഹൃത്തായ രോമപാത മഹാരാജൻ ഒരു ബ്രാഹ്മണന് നേരെ ചെയ്ത ദോഷമാണ് 7 വർഷം ആ രാജ്യം വെള്ളമില്ലാതെ കിടക്കേണ്ടി വന്നത്. ഈശ്വരനെ ഹൃദയത്തിൽ ചുമന്ന് ഈശ്വരന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈശ്വരനെ സേവിക്കുന്ന ഇത്തരം വന്ദിതന്മാരെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതെ മാറിപ്പോവുക. ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന ജീവിതം ജഡഭരതന്റെ. ആ ഭരതനെ വെട്ടാൻ വാൾ ഉയർത്തിയപ്പോൾ 1000 കഷ്ണമായി ഭയാനകമായ ശബ്ദത്തോട് കാളിയുടെ വിഗ്രഹം പൊട്ടിത്തെറിച്ചു. കാളി പ്രത്യക്ഷമായി ഈ കാട്ടാളന്മാരെയെല്ലാം പിടിച്ച് അവരുടെ ശരീരത്തിലിരുന്ന് തലയെ പിഴുതെടുത്ത് എറിഞ്ഞ് ആ ശരീരം എടുത്ത് ചോര കുടിച്ചു.
എന്നിട്ടും ഭരതൻ ഒന്നുമില്ല. കാരണം ഭരതൻ്റെ ജീവിതം ഭഗവാൻ ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഭരതൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠമുണ്ട്. ഒന്ന്, മരണസമയത്ത് നമ്മൾ ഈശ്വരനെ ചിന്തിക്കണം. അന്ന് ഈശ്വരനെ ചിന്തിക്കണമെങ്കിൽ ഇന്ന് തൊട്ടേ നമ്മൾ എന്ത് ചെയ്യണം? പരിശീലനം തുടങ്ങണം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ